നിന്ന് പാട്ടൊക്കെ കേട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇതുണ്ടോ ഇങ്ങനെ നടക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. ഇതിന് ചുറ്റും മുഴുവൻ ഈ നല്ല ട്രാക്കിൽ കൂടെ നടക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ കൂടെ നടന്നപ്പം ഒരു സുഖം തോന്നി. ആ സർക്കിളിൻ്റെ അകത്ത് തന്നെ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എന്തോ ഒരു തിങ് പുറത്തോട്ടിറങ്ങി ഈ ട്രാക്കിലൂടെ നടന്നപ്പോൾ കൊള്ളാം, നല്ല ട്രാക്ക്, നല്ല സുഖമുണ്ട്, നടക്കാനൊക്കെ തോന്നുന്നുണ്ട്, ഒറ്റയ്ക്കാണെങ്കിലും പേടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ. ഒരു വട്ടത്തിൻ്റെ അകത്ത് കിടന്ന് കുറേ ഇതിൻ്റെ അകത്ത് മാത്രമായിട്ട് നിൽക്കുമ്പോഴത്തേക്കും പുറത്തേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ എന്താണ് പുറത്തുള്ളതെന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. നമ്മൾ ഒറ്റയ്ക്ക് പല കാര്യങ്ങളും ചെയ്ത് പഠിക്കുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നേരത്തെ നാളെ ഒറ്റയ്ക്ക് നടുവിടണമെന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ചിലപ്പം ആ വട്ടത്തിൽ ഈ പൊട്ടക്കുളത്തിൽ കിടന്ന തവളയെന്നൊക്കെ പറയത്തില്ലേ, അതിൽ നിന്ന് കയറിയാലല്ലേ തവളയ്ക്ക് ലോകം എന്താണെന്ന് അറിയുള്ളൂ. സോ ഈ സർക്കിളിൻ്റെ അകത്ത് മാത്രം ഇരുന്ന് ഫുഡും കഴിച്ച് പാട്ടും കേട്ടപ്പോഴത്തേക്കും എനിക്കതിൻ്റെ ഇത് മനസ്സിലായില്ല. ഇങ്ങോട്ട് ഇറങ്ങി നോക്കിയപ്പോഴല്ലേ ഈ ട്രാക്ക് കൊള്ളാം, നടക്കാൻ നല്ലതാണ്, ഒത്തിരി നല്ല കാഴ്ചകളുണ്ടെന്ന് മനസ്സിലായി. സോ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞാൽ ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചില സമയത്ത് എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നൊന്നുമില്ല. അത് അവരുടെ കുഴപ്പമല്ല, നമ്മുടെയും കുഴപ്പമല്ല, സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അപ്പം നമ്മളൊറ്റയ്ക്ക് നടക്കാൻ പഠിക്കുക. ചിലപ്പം ചില വട്ടങ്ങളിൽ നിന്നൊക്കെ പുറത്ത് ചാടുമ്പോൾ നമുക്ക് മനോഹരമായ പലതും നമ്മളെ തേടി വരും, പലതും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇവിടെ കുറച്ച് സീബ്ര കുട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ. കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ കാണാനായിട്ട്. അപ്പം അതൊക്കെ കാണിച്ചു തരാം. ഞാൻ എൻ്റെ അമ്മ പറയുന്നത് എപ്പോഴും ഓർക്കാറുണ്ട്, നിനക്ക് ബോറടിച്ചോ, നിനക്ക് സങ്കടം വന്നോ, നിനക്ക് തനിച്ചാണെന്ന് തോന്നിയോ, ഇറങ്ങി നടക്കിട്ട് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കാണ്. എന്തൊരു മനോഹരമായ കാര്യങ്ങളാണ് കാണാനുള്ളത്. ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ, എല്ലാവർക്കും കിട്ടുന്നതല്ലല്ലോ. എൻ്റെ അനിയൻ പറയാറുള്ളത് പോലെ നമ്മൾ ഉള്ളിലേക്ക് എടുത്ത ശ്വാസം പുറത്തേക്ക് വിട്ടാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ആ ഉള്ളിലേക്ക് എടുത്ത ശ്വാസം പുറത്തോട്ട് വരാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ വീണ്ടും ഒന്ന് റീബർത്ത് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അവിടെ തീർന്നു നമ്മുടെ ജീവിതം. ഓക്കെ, അപ്പോൾ എല്ലാവരും ചില തവളയില്ല കുളത്തിൽ നിന്നൊക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങുക. മനോഹരമായ കാര്യങ്ങളുണ്ട്, കാഴ്ചകളുണ്ട്. ഓക്കെ, സോ ബി ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ.